കേരള സമൂഹം ഞെട്ടലോടെ കേട്ടൊരു സംഭവമാണ് മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകം. സ്വന്തം കാമുകനാൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട ചിത്രപ്രിയയുടെ കൊലപാതകം. ഇപ്പോഴിതാ മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകം ആസൂത്രിതമായിരുന്നുവെന്നും കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു വരികയാണെന്നും ആലുവ റൂറൽ SP വ്യക്തമാക്കുകയും ചെയ്തു. ചിത്രപ്രിയയെ ആൺസുഹൃത്തായ അലൻ തലക്കടിച്ചു കൊന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും കൊലപാതകത്തിന് മുൻപ് ഇരുവരും തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായിരുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ചിത്രപ്രിയയ്ക്ക് ലഹരി നൽകിയായിരുന്നു കൊലപാതകമെന്നും പോലീസ് സംശയിക്കുന്നുമുണ്ട്. സ്കൂൾ പഠനകാലം മുതൽ തന്നെ അലൻ ചിത്രപ്രിയയെ ശല്യം ചെയ്തിരുന്നു. ചിത്രപ്രിയ അലനെ അകറ്റി നിർത്തിയതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. എല്ലാം പറഞ്ഞു തീർക്കാമെന്ന് പറഞ്ഞ് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയ ശേഷം നക്ഷത്ര തടാകത്തിനടുത്ത് വെച്ച് ഇവർ തമ്മിൽ തർക്കിക്കുകയും തുടർന്ന് ഒറ്റപ്പെട്ട സ്ഥലമായ സെബിയൂർ കുരിപ്പള്ളി കയറ്റത്തിൽ വെച്ച് കല്ലുകൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തിയതോടെ അലൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ചിത്രപ്രിയയെ കാണാതായപ്പോൾ ചോദ്യം ചെയ്തുവെങ്കിലും അലൻ ആദ്യം ഒഴിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ മൃതദേഹം കണ്ടെത്തിയതോടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊല്ലാൻ തന്നെയാണ് കൊണ്ടുപോയതെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കുടുംബത്തിന്റെ സംശയം അവശേഷിക്കുന്നുണ്ട് എങ്കിലും മൃതദേഹത്തിനടുത്ത് നിന്നും ലഭിച്ച വാച്ച് അലന്റെയോ ചിത്രപ്രിയയുടെയോ അല്ലാത്തത് ദുരൂഹത ഏറെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ റിമാൻഡിലുള്ള അലനെ അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് പൂർത്തിയാക്കുവാനാണ് പോലീസിന്റെ നീക്കം. എന്തുതന്നെയായാലും കേരളത്തിൽ കൊലപാതക പരമ്പര അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വിളിച്ചാൽ ഒരു വട്ടം ചിന്തിച്ചിട്ടേ അവരുടെ കൂടെ ഇറങ്ങിപ്പോകാവൂ. അത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.